സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല. 12 വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല. നല്ല സന്തോഷമായി. സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ 2012 പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി. ഈ യുവാവിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അതെന്റെ അച്ഛന്റെ കുഴപ്പം. 2015 ഈ യുവാവ് പറയുന്ന ഹോട്ടൽ താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അത് തെറ്റിപ്പോയിരിക്കുന്നു. കുഴപ്പമായി തോന്നുന്നത്. മാത്രവുമല്ല 12 വർഷക്കാലം ഈ പരാതിയുമായി യുവാവ് രംഗത്ത് വരാതിരുന്നതിനെയും കോടതി സംശയത്തോടുകൂടി നോക്കിക്കാണുന്നു. ഡാഡി പറഞ്ഞ ശരിയാണ്. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. പരാതിയിൽ പറയുന്ന മുഴുവൻ സംഭവങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം. എങ്ങനെ വിശ്വസിക്കും? സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.